ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള വീഡിയോ എല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ. ആ വീഡിയോ നമ്മൾ അവസാനം എത്തിച്ചെന്നത് ഹോസ്പിറ്റലിലാണ് ഗായ്സ്. ഹോസ്പിറ്റലിൽ അത് അറിയാൻ പറ്റും, നമ്മൾ സ്കോർപ്പിയോൺ ബൈറ്റ് ആയിരുന്നു വൈഫിൻ്റെ കാലിൽ. അപ്പോൾ അത് മാറിയിട്ടില്ല, നീരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ കൂടി പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, ചെറിയൊരു ഡിലേ ആയി. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അപ്പോൾ ഇടുന്നതെല്ലാം എന്തെങ്കിലും കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം, പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് തുടങ്ങുന്നത് നമ്മളെങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്നുള്ള ഒരു കഥയാണ്. കണ്ടുമുട്ടിയത് വരെയുള്ള ഒരു കഥയാണ് കേട്ടോ. പിന്നെ നമുക്ക് പാർട്ട് 2 പാർട്ട് 3 അങ്ങനെ വേണമെങ്കിൽ കറക്റ്റായിട്ട് ഇറക്കാമല്ലോ. അപ്പോൾ കണ്ടുമുട്ടിയത് അപ്പോൾ ഒരു കൊറോണ കാലം. കൊറോണ കാലത്ത് ഞാൻ കോട്ടയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൊറോണ വരുന്നത്. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, വീട്ടിലേക്ക് ടെമ്പററി വിസേനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എല്ലാവരും. മാർച്ച് മാസം തോന്നുന്നു, മെയ് മാസം തോന്നുന്നു, കറക്റ്റ് മാസം ഓർമ്മയില്ല. മാർച്ച് ഏപ്രിൽ മെയ് ആ ടൈമിലാണ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ ചുമ്മാ നമ്മളിങ്ങനെ ടിക്ടോക്ക് എല്ലാവരും ഉണ്ടല്ലോ ആ സമയത്ത്, ടിക്ടോക്ക്, റീൽസ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാനാണെങ്കിൽ അവിടെ കൊറോണ ടൈമിൽ ഇങ്ങനെ ലീവൊന്നും ഇല്ലായിരുന്നു, എല്ലാവർക്കും ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ലീവ് എടുത്തിട്ട് നാട്ടിൽ ഫീസ് അടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നു. അങ്ങനെ ലോക്ക്ഡൗൺ ആയത്, അങ്ങനെ പോകാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു ഞാൻ. പിന്നെയാണ് അപ്പോൾ എക്സാമിന് സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രാവലർ പിടിച്ച പിള്ളേരെല്ലാം ബാംഗ്ലൂർ എത്തി. അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ കോളേജ് മൊത്തം ഇങ്ങനെ എൻ്റെ കോളേജിൻ്റെ സൗണ്ട് ഒരു ഭയങ്കരമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. റൂമിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു 24 മണിക്കൂർ എൻ്റെ കാര്യം കൊണ്ട്. അപ്പോഴാണ് കൂട്ടുകാരികൾ പറഞ്ഞത് ഒരു ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഞാനങ്ങനെ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത രീതിക്കായല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അത് ഡൗൺലോഡ് ചെയ്തു. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്മ്യൂൾ. അതുവഴിയാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. പറഞ്ഞാൽ ഞാൻ ചുമ്മാ പാട്ടൊക്കെ പാടും, ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, പാട്ട് പാടും, പോസ്റ്റ് ചെയ്യും. അതിന് നമുക്ക് ഡ്യുവറ്റൊക്കെ അടിക്കാൻ പറ്റുമല്ലോ, ഡ്യുവറ്റ് അടിക്കാം, പിന്നെ ഒറ്റയ്ക്ക് പാടാം, ഗ്രൂപ്പായിട്ട് പാടാം, എല്ലാ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സംഭവം ഫ്രീ ആയിരുന്നു. മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ഒന്നിച്ച് ഡ്യുവറ്റ് പാടി. അങ്ങനെയാണ് എനിക്ക് കമന്റ് ഇട്ട് കേട്ടോ. ഞാനും തിരിച്ച് കമന്റ് ഇട്ടു. സൂപ്പർ കമന്റ്, അടിപൊളി. അപ്പൊ അങ്ങനെ അതിൽ കൂടെ മെസ്സേജ് അയക്കല് അല്ലേ? മെസ്സേജ് അയച്ചു. ഒരു പാട്ട് പാടി. ഏത് പാട്ട്? മറ്റേ കടുങ്കാപ്പി. അത് കുറേ പേര് ചോദിച്ചിട്ട് പാട്ടാണ്, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. ഇപ്പോഴാണ് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത്. പാടാം. പറയാതെ പറയുന്ന കടും കാപ്പി നിറമുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ, കടും നിറമുള്ളൻ കനിവുള്ളൻ നെഞ്ചിൽ. പാട്ട് കറക്റ്റില്ല, മറന്നുപോയി. ഞാനിങ്ങനെ ലിറിക്സ് ഒക്കെ എടുത്ത് അടുത്ത തവണ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ഞാൻ പാട്ട് കറക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും. സത്യമായിട്ടും കേട്ടോ, അതിൽ എത്ര നല്ലതായിട്ട് പാടാത്തവരാണെങ്കിലും അതിലൂടെ പാടിയത് നന്നായിരിക്കും. എഫക്റ്റ്. അങ്ങനെ അതിലൂടെ ഞാൻ മറ്റേ പ്രവീൺ പ്രണവുമായിട്ട് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ യൂട്യൂബ് ചാനൽ പ്രവീൺ പ്രണവ് അങ്ങനെ എങ്ങാണ്ടാണ് ഇട്ടേക്കുന്നത്. അതിലൂടെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, അവര് വലിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെയാണ് പാട്ട് പാടി കമൻ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യും. അവിടെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. ടൂണ്ടു കഥ അവിടെയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുമ്പോ ആളുള്ളപ്പോ ഞാനില്ല, ഞാനുള്ളപ്പോ ആളില്ല, അങ്ങനെയൊക്കെയായിരുന്നു. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല.
ഞങ്ങൾ രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് കൊറോണ ടൈമാണ്, വീട്ടിൽ ഇരിക്കുകയാണ് ചുമ്മാ. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് അല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ പിള്ളേരായിട്ട് ഇങ്ങനെ ഫ്രീ ഫയർ ഒക്കെ ഇരുന്ന് കളിക്കും. അങ്ങനെ കുറച്ച് തിരക്കല്ല, അങ്ങനെയാണ് ഞങ്ങൾ പരിപാടി. ഞങ്ങൾ രാവിലെ കഴിക്കുന്നു, ഗെയിം കളിക്കാൻ പോകുന്നു, ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു, ഗെയിം കളിക്കാൻ പോകുന്നു, തിരിച്ചു. എക്സാം ടൈം സപ്ലിയാണ്, ഫസ്റ്റ് ഇയർ ആണ് സപ്ലി. അങ്ങനെ ഇരിക്കലാണ് ഈ സംഭവം. അവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. സെക്കൻഡ് ഇയർ ക്ലാസ് നടക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയറിന്റെ സപ്ലി ആണ്. അപ്പൊ രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? അതിന്റെ ഇടയ്ക്കാണ് ഇത്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല ഇപ്പോഴും. കണ്ടുമുട്ടിയിട്ടില്ല, ഫോണിലൂടെ മെസ്സേജ് മാത്രം. ആരാ അറിയില്ല. ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. അത് ഞങ്ങൾ നേരിട്ട് കാണുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ. ഞാൻ മറ്റേ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോസ്. അങ്ങനെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. പണ്ടത്തെ പാട്ടൊന്നും എടുത്തു പോലും നോക്കിയിട്ടില്ല. ഞാൻ എടുത്ത ഒന്നും നോക്കിയിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടില്ല. അതിനകത്ത് എന്തായിരുന്നു? ഇല്ലായിരുന്നു. എന്റെ ആണെങ്കിൽ ചെറിയൊരു കണ്ണ് മാത്രമേ ഉള്ളായിരുന്നു. ഏട്ടന്റെയോ? ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. വേറെ എസ്സോ എന്തോ എങ്ങനെങ്ങാണ്ടില്ലായിരുന്നു. അങ്ങനെങ്ങാണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ആള് വരുമ്പോ ഞാനില്ല, ഞാൻ വരുമ്പോ ആളില്ല, മെസ്സേജ് അയക്കാം. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറേയൊക്കെ മെസ്സേജ് അയച്ചു അല്ലേ? കുറേയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങള് അതിലൂടെ. പിന്നെ മെസ്സേജ് 1 ഡിലേ ആയിരുന്നു. തീർച്ചയായും. അപ്പോൾ ഈ പാർട്ട് 1 വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പാർട്ട് 2 വെയിറ്റിംഗ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.